ഹായ്, സെമസ്റ്റർ 2 ബികോം BBA ഓണേഴ്സ് പ്രോഗ്രാംസിന് പഠിക്കാനുള്ള AEC3 എന്ന പുസ്തകത്തിലെ ലെസൺ നമ്പർ 6 ഒരു രസകരമായ എസ്സേ ആണ്. ടൈറ്റിൽ 15 years ബൈ R.K. നാരായൺ. ഈ പാഠത്തിലെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസും അതിന്റെ ഉത്തരങ്ങളും നമുക്ക് നോക്കിയാലോ? ഇതാ ക്വസ്റ്റ്യൻ നമ്പർ 1. Compare the status of English in India before and after independence. സ്വാതന്ത്ര്യത്തിന് മുൻപും ശേഷവും ഇന്ത്യയിലെ ഇംഗ്ലീഷിന്റെ അവസ്ഥ ഒന്ന് താരതമ്യം ചെയ്യാമോ? ഇതാണ് ചോദ്യം. ബിഫോർ ഇൻഡിപെൻഡൻസ് ഇംഗ്ലീഷ് വാസ് ഹൈലി വാല്യൂഡ് ഇൻ ഇന്ത്യ. സ്വാതന്ത്ര്യത്തിന് മുൻപ് ഇന്ത്യയിൽ ഇംഗ്ലീഷിനെ വളരെയധികം വിലമതിച്ചിരുന്നു. ഇറ്റ് വാസ് എ സിംബൽ ഓഫ് പ്രസ്റ്റീജ്, എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി. അന്തസ്സിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും അവസരത്തിന്റെയും പ്രതീകമായിരുന്നു അത്. ഇറ്റ് was also the language of governance, law and social distinction. ഭരണത്തിന്റെയും നിയമത്തിന്റെയും സമൂഹത്തിലെ പദവികളുടെയും ഭാഷയായിരുന്നു അത്. People admired those fluent in English. ഇംഗ്ലീഷിൽ അനായാസമായി സംസാരിക്കുന്നവരെ ആളുകൾ വളരെ ആദരിച്ചിരുന്നു. Mastering the language often led to better career prospects. അതിൽ പ്രാവീണ്യം നേടുന്നത് പലപ്പോഴും മികച്ച തൊഴിൽ സാധ്യതകളിലേക്ക് നയിച്ചു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, ഹവെവർ, ഇംഗ്ലീഷ് കെയിം ടു ബി സീൻ ആസ് എ റിമൈൻഡർ ഓഫ് കൊളോണിയൽ ഒപ്രഷൻ. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം കൊളോണിയൽ അടിച്ചമർത്തലിന്റെ ഓർമ്മപ്പെടുത്തലായി ആളുകൾ ഇംഗ്ലീഷിനെ കാണാൻ തുടങ്ങി. ദ ഡിസയർ ടു പ്രൊമോട്ട് റീജിയണൽ ലാംഗ്വേജസ് ആൻഡ് എസ്റ്റാബ്ലിഷ് എ യുണീക്ക് നാഷണൽ ഐഡന്റിറ്റി ലെഡ് ടു efforts to reduce its importance. പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കാനും തനതായ ഒരു ദേശീയ സ്വത്വം ഉണ്ടാക്കിയെടുക്കാനുമുള്ള ആഗ്രഹം ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം കുറയ്ക്കാനുള്ള ശ്രമങ്ങളിലേക്ക് നയിച്ചു. ഇറ്റ് ഈസ് സ്റ്റിൽ വൈഡ്ലി യൂസ്ഡ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ്. പ്രായോഗിക ആവശ്യങ്ങൾക്കായി ഇപ്പോഴും വ്യാപകമായി അത് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ബട്ട് കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ അക്സെപ്റ്റൻസ് ഹാസ് ഡിക്ലൈൻഡ്. എന്നാൽ ആ ഭാഷയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായ സ്വീകാര്യത വളരെ കുറഞ്ഞു. മെനി പീപ്പിൾ സ്റ്റാർട്ടഡ് അഡ്വക്കേറ്റിംഗ് ഫോർ ഇറ്റ്സ് കംപ്ലീറ്റ് റിമൂവൽ ഫ്രം എഡ്യൂക്കേഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. വിദ്യാഭ്യാസത്തിൽ നിന്നും ഭരണത്തിൽ നിന്നും ഇംഗ്ലീഷിനെ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്ന് പല ആളുകളും വാദിക്കാനും തുടങ്ങി. ഇതാണ് ഉത്തരം. Now, question number 2. Demonstrate the use of personification in the essay. ഈ എസ്സേയിലെ personification എന്ന അലങ്കാര പ്രയോഗത്തിന്റെ ഉപയോഗം ഒന്ന് വിശദീകരിക്കാമോ എന്നാണ് ചോദ്യം. അറിയാമല്ലോ, മനുഷ്യരൂപമില്ലാത്ത ഒരു സംഗതിക്ക് മനുഷ്യരൂപം കൊടുക്കുന്നതാണ് personification എന്ന് പറയുന്ന അലങ്കാരം. ഇവിടെ ഇംഗ്ലീഷ് എന്ന ഭാഷയെ ഒരു മനുഷ്യനായി സങ്കല്പിച്ചിരിക്കുന്നു. ഇതാണ് സംഗതി. The essay personifies the English language as a living entity capable of dialogue and emotion. സംഭാഷണത്തിനും വികാരത്തിനും കഴിവുള്ള ഒരു ജീവനുള്ള മനുഷ്യനായി ഇംഗ്ലീഷ് ഭാഷയെ ഈ എസ്സേയിൽ സങ്കല്പിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് is portrayed as pleading its case in court. സ്വന്തം കേസ് കോടതിയിൽ വാദിക്കുന്ന ഒരാളായി ഇംഗ്ലീഷ് ഭാഷ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. It asks, what have I done that you hate me so much? നിങ്ങൾ എന്നെ ഇത്രയധികം വെറുക്കാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അത് കോടതിയിൽ ചോദിക്കുന്നു. It expresses a desire to stay in India. ഇന്ത്യയിൽ തുടരാനുള്ള ഒരാഗ്രഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. English also claims to love the country and quotes Shakespeare to emphasize its cultural depth. ഇന്ത്യ മഹാരാജ്യത്തെ സ്നേഹിക്കുന്നുവെന്ന് അത് അവകാശപ്പെടുകയും അതിന്റെ സാംസ്കാരിക പാരമ്പര്യം ഊന്നിപ്പറയാൻ ഷേക്സ്പിയറെ അത് ഉദ്ധരിക്കുകയും ചെയ്യുന്നു. ദ ജഡ്ജ് റിപ്രസെന്റിംഗ് പബ്ലിക് ഒപ്പീനിയൻ ട്രീറ്റ്സ് ഇംഗ്ലീഷ് ആസ് എ ഹിസ്റ്റോറിക്കൽ ഒപ്രസർ ബട്ട് അക്നോളജസ് ഇറ്റ്സ് പെർസിസ്റ്റൻസ്. പൊതുജനാഭിപ്രായത്തെ പ്രതിനിധീകരിക്കുന്ന ജഡ്ജി നമ്മുടെ ചരിത്രത്തിലെ ഒരു ഭീകര ഭരണാധിപനായി ഇംഗ്ലീഷിനെ കണക്കാക്കുന്നു. എന്നാൽ ഇവിടെ കുറെ കാലമായി ഉണ്ടായിരുന്നു എന്ന വസ്തുത അംഗീകരിക്കുകയും ചെയ്യുന്നു. The language is further depicted as a steadfast handmaid of knowledge
devoted to Saraswati, the goddess of learning. വിജ്ഞാനത്തിന്റെ ദേവതയായ സരസ്വതി ദേവിക്ക് സമർപ്പിക്കപ്പെട്ട ഒരാളായി ഇംഗ്ലീഷിനെ ഇവിടെ ചിത്രീകരിക്കുന്നു. ഇറ്റ് ആഡ്സ് ആൻ ഇമോഷണൽ ഡയമെൻഷൻ ടു ദ ഡിസ്കഷൻ. ഇത് ഈ ചർച്ചയ്ക്ക് ഒരു വൈകാരികമായ മാനം നൽകുകയും ചെയ്യുന്നു. ഇതാണ് ഉത്തരം. Now friends, take a look at paragraph question number 3. Classify the practical uses of the English language in India. ഇംഗ്ലീഷ് ഭാഷയുടെ ഇന്ത്യയിലെ പ്രായോഗിക ഉപയോഗങ്ങൾ എന്തൊക്കെയെന്ന് ഒന്ന് പറയാമെന്ന്. ഇതാണ് ചോദ്യം. ഇംഗ്ലീഷ് ഹാസ് മെനി പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇൻ ഇന്ത്യ, മേക്കിംഗ് ഇറ്റ് ഇൻഡിസ്പെൻസബിൾ ഡിസ്പൈറ്റ് ഇറ്റ്സ് കൊളോണിയൽ ഹിസ്റ്ററി. ഇംഗ്ലീഷിന് ഇന്ത്യയിൽ ധാരാളം പ്രായോഗികമായ ഉപയോഗങ്ങളുണ്ട്. അങ്ങനെ ഒരു കൊളോണിയൽ ചരിത്രം ഉണ്ടായിരുന്നിട്ടും ആ ഭാഷ ഇവിടെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറുന്നു. ഇറ്റ് സെർവ്സ് ആസ് എ കോമൺ മീഡിയം ഓഫ് communication in a linguistically diverse country, bridging gaps between regions with different languages. വ്യത്യസ്ത ഭാഷകളുള്ള പ്രദേശങ്ങൾ തമ്മിലുള്ള വിടവുകൾ നികത്തിക്കൊണ്ട് ഭാഷാപരമായി വൈവിധ്യമുള്ള ഒരു രാജ്യത്ത് ആശയവിനിമയത്തിനുള്ള ഒരു പൊതു മാധ്യമമായി ഇംഗ്ലീഷ് ഭാഷ പ്രവർത്തിക്കുന്നു. It is essential in higher education, particularly in science, technology and medicine, where much of the literature is in English. ഉന്നത വിദ്യാഭ്യാസത്തിൽ, പ്രത്യേകിച്ച് ശാസ്ത്രം, സാങ്കേതികവിദ്യ, വൈദ്യശാസ്ത്രം എന്നിവയിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്തതാണ്. കാരണം ഈ വിഷയങ്ങളുടെയൊക്കെ ബുക്കുകൾ ഭൂരിഭാഗവും ഇംഗ്ലീഷിലാണെന്ന് പറയേണ്ടതില്ലല്ലോ. The language is also crucial for international trade, diplomacy and global connectivity. അന്താരാഷ്ട്ര വ്യാപാരം, നയതന്ത്രം, ആഗോള ബന്ധം എന്നിവയ്ക്കും ഈ ഭാഷ വളരെ നിർണായകമാണ്. In law and administration, English provides clarity and precision, especially in interpreting codes and regulations. നിയമത്തിലും ഭരണത്തിലും ഇംഗ്ലീഷ് ഭാഷ വളരെ വ്യക്തതയും കൃത്യതയും നൽകുന്നു, പ്രത്യേകിച്ച് കോഡുകളും നിയമങ്ങളും വ്യാഖ്യാനിക്കുന്നതിൽ. These roles make English a practical tool for progress, even as debates about its cultural significance continue. ഇപ്പറഞ്ഞ ഈ റോളുകൾ ഇംഗ്ലീഷ് ഭാഷയെ പുരോഗതിക്കുള്ള ഒരു പ്രായോഗിക ഉപകരണമാക്കി മാറ്റുന്നു. അതിന്റെ സാംസ്കാരിക പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുന്നു എന്നത് വേറെ കാര്യം. Well, these are the paragraph questions and answers. Thank you for watching this video. I'll see you soon with another video. Until then, bye-bye.